അധികാരത്തിന്റെയും നേതൃത്വത്തിന്റെയും ജനാധിപത്യപരവും സമത്വപരമായ മുഖം പ്രകടിപ്പിക്കാനുള്ള ദൗത്യത്തിലാണ് അനുമൂല രേവന്ത് റെഡ്ഡി. ഹൈദരാബാദിന്റെ ഹൃദയഭാഗത്ത് മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ ഔദ്യോഗിക വസതിയായി പ്രവർത്തിച്ചിരുന്ന പ്രഗതി ഭവന് പുറത്തുള്ള ഇരുമ്പ് ബാരിക്കേഡുകൾ പൊളിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ പരാതി പരിഹാരത്തിനുള്ള ഇടമാക്കി മാറ്റിക്കൊണ്ടായിരുന്നു തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. റെഡ്ഡി ഔദ്യോഗിക വസതി നിരസിച്ചു. തന്റെ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സുരക്ഷാ വിശദാംശങ്ങൾ വെട്ടിക്കുറച്ചു. തിരക്കേറിയ സമയങ്ങളിൽ തന്റെ ചലന സമയത്ത് ഗതാഗതം തടയരുതെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ഇവയെല്ലാം റെഡ്ഡിയെ കൂടുതൽ ജനപ്രിയനാക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വിവാദത്തിലായിരിക്കുകയാണ്. മുസ്ലിം വിഭാഗങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിച്ച ബജറ്റിൽ SC/ST വകുപ്പുകൾക്കുള്ള വിഹിതത്തിൽ വലിയ കുറവ് വരുത്തിയെന്നതാണ് പ്രധാന ആരോപണം. 2.91 ലക്ഷം കോടി രൂപയുടെ ബജറ്റാണ് ഉപമുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ ബട്ടി വിക്രമാർക നിയമസഭയിൽ അവതരിപ്പിച്ചത്. കെ ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുൻ BRS സർക്കാർ കഴിഞ്ഞ വർഷം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് 2200 കോടിയായിരുന്നു അനുവദിച്ചതെങ്കിൽ ഇത്തവണ അത് 3002 കോടി രൂപയായി കോൺഗ്രസ് സർക്കാർ വർദ്ധിപ്പിച്ചു. BRSനെ പരാജയപ്പെടുത്തി തെലങ്കാനയിൽ അധികാരം പിടിക്കുന്നതിനുള്ള നിർണായക പിന്തുണ കോൺഗ്രസിന് ഇത്തവണ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. ബജറ്റിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനുള്ള വിഹിതം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ പിന്തുണ നിലനിർത്താനും വർദ്ധിപ്പിക്കാനുമുള്ള നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. മറ്റ് ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ വിലയിരുത്തുമ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളെ ലക്ഷ്യമിട്ടുള്ള നിരവധി പ്രത്യേക പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് റംസാൻ ആഘോഷങ്ങൾക്ക് 33 കോടി രൂപയും അശ്വഖാനകൾ നന്നാക്കാൻ 50 ലക്ഷം രൂപയും തബ്ലീഗ് ജമാഅത്ത് ഇസ്ലാമിയ സമ്മേളനങ്ങൾക്കായി 2.4 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഹജ്ജ് തീർത്ഥാടകർക്കായി 4.43 കോടി രൂപയും അനുവദിച്ചു. തെലങ്കാനയിലെ ന്യൂനപക്ഷ ജനസംഖ്യ ഏകദേശം 14%, അതായത് ആകെ ജനസംഖ്യയിൽ 50 ലക്ഷത്തോളം വരും. മുസ്ലിം വോട്ട് ബാങ്ക് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള മുഖ്യമന്ത്രി റെഡ്ഡിയുടെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ് ഈ പ്രഖ്യാപനങ്ങളെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനുള്ള വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പുകളുടെ ബജറ്റിൽ ഗണ്യമായ കുറവുണ്ടായി എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഈ വകുപ്പുകളുടെ വിഹിതം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ 21,072 കോടിയിൽ നിന്ന് 7,638 കോടി രൂപയായി കുറച്ചു. കൂടാതെ ആദിവാസി ക്ഷേമ വകുപ്പിന്റെ ബജറ്റും 4,365 കോടിയിൽ നിന്ന് 3,969 കോടി രൂപയായി കുറച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ പിന്തുണ നൽകിയിട്ടും ദളിതർക്കും ആദിവാസികൾക്കും നൽകിയ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് സർക്കാർ നിഷേധിക്കുന്നുവെന്ന ആരോപണം ഇതോടെ ഉയർന്നു കഴിഞ്ഞു. ദളിത് ആദിവാസി ക്ഷേമത്തിന് മുൻഗണന നൽകുമെന്ന പാർട്ടിയുടെ അവകാശവാദങ്ങൾ ഈ ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കലുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന വിമർശനവും ഇതോടെ ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ BJPയുടെ നിലപാട് പരിശോധിക്കുമ്പോൾ ബജറ്റ് വിഹിതം അനുവദിച്ചതിൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് പ്രധാന പ്രതിപക്ഷ കക്ഷികളിലൊന്നായ BJP ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ കാണാം. കോൺഗ്രസ് സർക്കാർ മറ്റു സമുദായങ്ങളെ അവഗണിച്ച് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയാണ് എന്നാണ് തെലങ്കാന BJP വക്താവായ K. കൃഷ്ണസാഗർ റാവു ആരോപിക്കുന്നത്. സംസ്ഥാനം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. റംസാൻ ആഘോഷങ്ങൾക്ക് 33 കോടി രൂപ അനുവദിച്ച തീരുമാനത്തെ വിമർശിച്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ ഹിന്ദു ആഘോഷങ്ങൾക്ക് പുതിയ ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല.